ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിനും ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിനും ഇന്ത്യൻ സൈന്യം വഹിക്കുന്ന പങ്ക് നിർണായകമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ പതഞ്ജലിയുടെ സഹസ്ഥാപകൻ ബാബ രാംദേവിനും മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. രാജ്യത്ത് വേനൽ ചൂടിനൊപ്പം മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ചൂടേറുന്നു. പത്രികാ സമർപ്പണം പൂർത്തിയാകാൻ 2 ദിവസം ബാക്കി നിൽക്കെ കേരളത്തിൽ ഇതുവരെ 56 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഒഡീഷ പോരാട്ടം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിലും ഭീകരതയ്ക്കെതിരെ പോരാട്ടത്തിലും സൈന്യം വഹിക്കുന്ന പങ്കിനെ പ്രകീർത്തിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ നടന്ന കരസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വടക്കൻ അതിർത്തികളിലെ നിലവിലെ സാഹചര്യം നേരിടാനും നയതന്ത്ര ചർച്ചകളുടെ പുരോഗതിക്കും സൈനിക പിന്തുണ അനിവാര്യമാണെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ പതഞ്ജലി മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണ, സഹസ്ഥാപകൻ ബാബ രാംദേവ് എന്നിവർക്കെതിരെ സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഭേദമാക്കുമെന്ന അവകാശവാദം ഉന്നയിച്ച പതഞ്ജലിയുടെ പരസ്യങ്ങൾക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ഇത്തരം പരസ്യങ്ങളുടെ പേരിൽ പതഞ്ജലിക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും സുപ്രീംകോടതിയുടെ 2-അംഗ ബെഞ്ച് ആയുഷ് മന്ത്രാലയത്തോട് ചോദിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും രാംദേവിനും ബാലകൃഷ്ണയ്ക്കും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ വേനൽ ചൂടിനൊപ്പം ഉയരുകയാണ് പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ പ്രചാരണവും. വിശദാംശങ്ങളിലേക്ക്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയം കഴിഞ്ഞതോടെ എല്ലാ പാർട്ടികളും പ്രചാരണ രംഗത്ത് സജീവമായി. ബീഹാറിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചത് ഇന്നലെയാണ്. ലക്ഷദ്വീപ് ഉൾപ്പെടെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 17 സംസ്ഥാനങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 19-നാണ് വോട്ടെടുപ്പ്. 2-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിലെയും 1 കേന്ദ്രഭരണ പ്രദേശത്തെയും 89 മണ്ഡലങ്ങളിലേക്ക് വ്യാഴാഴ്ച വരെയാണ് പത്രികാ സമർപ്പണം. രാജ്യവ്യാപകമായി ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം വഹിക്കുന്നതിന് 6 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിരീക്ഷകരെ നിയമിച്ചു. 7 കോടിയിലധികം ജനസംഖ്യയുള്ള പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം ഒരേ സമയം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലേക്കാണ് നിരീക്ഷകരെ നിയമിച്ചത്. വോട്ടിംഗ് യന്ത്രങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ കൃത്യമായ മേൽനോട്ടം വഹിക്കുക വഴി ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ തടയുക എന്ന നിർണായക ചുമതലയാണ് പ്രത്യേക നിരീക്ഷകരെ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലെ രുദ്രാപൂരിലും രാജസ്ഥാനിലെ കോട്ട്പുത്ലിയിലും നടന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ബീഹാറിൽ BJP പ്രവർത്തകരുമായി അദ്ദേഹം നമോ ആപ്പ് വഴി സംവദിച്ചു. സംസ്ഥാനങ്ങളുടെ വികസനത്തിനായി NDA സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രചാരണ യോഗങ്ങളിൽ സംസാരിച്ചു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുന്നതും ഭിന്നിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. ആന്ധ്രാപ്രദേശിൽ നടപ്പാക്കിയ പദ്ധതികളുടെ പരസ്യങ്ങളിൽ നിന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. ഇത്തരം വാർത്തകൾ തടയാൻ സാങ്കേതിക വിദ്യയുടെ സഹായം പ്രയോജനപ്പെടുത്തണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകം വരൾച്ച നേരിടുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശനം നടത്തിയില്ലെന്ന ആരോപണം ഉന്നയിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മൈസൂരുവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരൾച്ചയ്ക്കെടുതിയിൽ പ്രതികരിക്കാത്ത BJPക്ക് ജനങ്ങൾ വോട്ട് ചെയ്യണമോ എന്ന് സിദ്ധരാമയ്യ അമിത്ഷായോട് ചോദ്യമുന്നയിച്ചു. കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് 2 ദിവസം മാത്രം ശേഷിക്കെ 42 സ്ഥാനാർത്ഥികൾ കൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. മാർച്ച് 28-ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത് മുതൽ ഇതുവരെ സംസ്ഥാനത്ത് ആകെ 56 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. ആകെ ലഭിച്ചത് 79 നാമനിർദ്ദേശ പത്രികകളാണ്. ഏപ്രിൽ 4-ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന് നടക്കും.
ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജയിലിലായിരുന്ന ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് പ്രസന്ന ബി വരലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാമെങ്കിലും ഇഡി അന്വേഷണത്തെക്കുറിച്ച് പരസ്യ പ്രസ്താവന നടത്താൻ പാടില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സഞ്ജയ് സിംഗ് അറസ്റ്റിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഖുല നിയമം അവലംബിക്കാനുള്ള മുസ്ലിം സ്ത്രീകളുടെ നിരുപാധിക അവകാശത്തെ അംഗീകരിച്ച കേരള ഹൈക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് കേരള മുസ്ലിം ജമാഅത്തും സ്വകാര്യ വ്യക്തിയും പ്രത്യേകം സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. തന്റെ ഭർത്താവിന് ഏകപക്ഷീയമായി വിവാഹമോചനം നൽകാൻ ഒരു മുസ്ലിം സ്ത്രീക്ക് അവകാശം നൽകുന്നതാണ് ഖുല. മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ അധികാരം നൽകിയിരുന്നു. കേരളത്തിൽ മാനസിക ആരോഗ്യ അവലോകന ബോർഡുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് പ്രാരംഭഘട്ടത്തിൽ ബോർഡുകൾ പ്രവർത്തിക്കുക. കഴിഞ്ഞ മാസം 14-നാണ് ബോർഡിന്റെ പ്രവർത്തനം സംസ്ഥാനത്ത് അടിയന്തരമായി ആരംഭിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത്. മാനസികാരോഗ്യ പരിചരണവും സേവനങ്ങളും നൽകുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ്. അരുണാചൽ പ്രദേശിലെ വിവിധ സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകുന്ന ചൈനയുടെ നടപടിയെ ഇന്ത്യ അപലപിച്ചു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കാൻ ഇത്തരം നടപടികൾ സഹായിക്കില്ല എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ചൈനയുടെ പ്രകോപനപരമായ നീക്കത്തെ അപലപിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അരുണാചൽ പ്രദേശ് എന്നും ഒരു ഇന്ത്യൻ സംസ്ഥാനമായിരിക്കുമെന്നും സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുന്നത് ഇതിനെ ഇല്ലാതാക്കില്ലെന്നും അഭിപ്രായപ്പെട്ടു. അൽ ജസീറ ഉൾപ്പെടെയുള്ള TV ചാനലുകളുടെ സംപ്രേഷണത്തിന് ഇസ്രായേലിൽ താൽക്കാലിക നിരോധനം. അൽ ജസീറയുടെ പ്രാദേശിക ഓഫീസ് അടച്ചുപൂട്ടാൻ ഉടൻ നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കരുതുന്ന മാധ്യമങ്ങൾക്കാണ് 45 ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. വിദേശ മാധ്യമങ്ങൾക്ക് ഗാസയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. അൽ ജസീറ മാത്രമാണ് യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ നിലവിൽ ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ 2 ജവാന്മാർ ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. 7 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി റവല്യൂഷണറി ഗാർഡ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇറാൻ, സിറിയൻ സർക്കാരുകൾ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഒഡീഷ പോരാട്ടം. ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. നാളെ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ബാറ്റിംഗിനയച്ചു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ വരും ദിവസങ്ങളിലും പകൽ താപനില വർദ്ധിക്കാൻ സാധ്യത. ഇന്ന് 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപികയെയും കോട്ടയം സ്വദേശികളായ ദമ്പതികളെയും അരുണാചലിലെ ഇറ്റാനഗറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദമ്പതികളായ നവീനെയും ദേവിയെയും അധ്യാപികയായ ആര്യയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇറ്റാനഗറിലെ ഹോട്ടലിലാണ് 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആഫ്രിക്കൻ മണ്ണിൽ നിന്ന് ആദ്യ വനിതാ പ്രധാനമന്ത്രി ജുദിത് സുമിൻവ തുലൂക്കയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ പുതിയ പ്രധാനമന്ത്രിയാകുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 111 പോയിന്റ് നഷ്ടത്തിൽ 73,904-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 9 പോയിന്റ് താഴ്ന്ന് 22,453-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിനും ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിനും ഇന്ത്യൻ സൈന്യം വഹിക്കുന്ന പങ്ക് നിർണായകമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ പതഞ്ജലിയുടെ സഹസ്ഥാപകൻ ബാബ രാംദേവിനും മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. രാജ്യത്ത് വേനൽ ചൂടിനൊപ്പം മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ചൂടേറുന്നു. പത്രികാ സമർപ്പണം പൂർത്തിയാകാൻ 2 ദിവസം ബാക്കി നിൽക്കെ കേരളത്തിൽ ഇതുവരെ 56 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഒഡീഷ പോരാട്ടം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.